നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻസ്. ഓപ്ഷൻസിൻ്റെ ഫീച്ചേഴ്സ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എ ഫിക്സ്ഡ് മെച്യൂരിറ്റി ഡേറ്റ് ഓൺ വിച്ച് ദേ എക്സ്പയർ. അതായത് ഒരു ഓപ്ഷന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കും. ദി പ്രൈസ് അറ്റ് വിച്ച് ദി ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ് ഈസ് കോൾഡ് എക്സസൈസ് പ്രൈസ് ഓർ സ്ട്രൈക്ക് പ്രൈസ്. ഏത് പ്രൈസിനാണോ ഓപ്ഷൻ എക്സസൈസ് ചെയ്യപ്പെടുന്നത് അതിന് എക്സസൈസ് പ്രൈസ് അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയും. ദി പേഴ്സൺ ഹൂ റൈറ്റ്സ് ദി ഓപ്ഷൻ ആൻഡ് ഈസ് ദി സെല്ലർ ഈസ് referred as the option writer, and who holds the option is the buyer is called option holder. ഇതിലെ ഓപ്ഷനിലെ ഓപ്ഷൻ സെല്ലറെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ റൈറ്റർ എന്നും ഓപ്ഷൻ ബയറെ നമ്മൾ ഓപ്ഷൻ ഹോൾഡർ എന്നും പറയും. ദി പ്രീമിയം ഈസ് ദിസ് പ്രൈസ് പെയ്ഡ് ഫോർ ദി ഓപ്ഷൻ ബൈ ദി ബയർ ടു ദി സെല്ലർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ഓപ്ഷനിൽ പ്രീമിയംസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ബയർ ഓപ്ഷനിൽ ബയറും സെല്ലറും എൻ്റർ ചെയ്യും. അങ്ങനെ ബയറും സെല്ലറും എൻ്റർ ചെയ്യുമ്പോൾ ബയർ ഈ സെല്ലർക്ക് കൊടുക്കുന്ന പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓപ്ഷനിൽ ബയർ സെല്ലർക്ക് കൊടുക്കുന്ന പ്രൈസിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുക. എ ക്ലിയറിംഗ് ഹൗസ് ഈസ് ഇന്റർപോസ്ഡ് ബിറ്റ്വീൻ ദി റൈറ്റർ ആൻഡ് ദി ബയർ വിച്ച് ഗ്യാരണ്ടീസ് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. ഈ റൈറ്ററും ബയറും ഉണ്ട്, അതായത് സെല്ലറും ബയറും ഉണ്ട്. അവർ തമ്മിലുള്ള പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് ഗ്യാരണ്ടി ചെയ്യുന്നതാരാണ്? നടത്തുന്നതാരാണ്? ക്ലിയറിംഗ് ഹൗസ് ആണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. അവരാണ് ആ ഓപ്ഷൻസിലുള്ള റിസ്കുകളൊക്കെ ഗ്യാരണ്ടി, അതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ ഗ്യാരണ്ടി ചെയ്യുന്നതാരായിരിക്കും? ഈ ക്ലിയറിംഗ് ഹൗസ് ആയിരിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായിരിക്കും, അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ആയിരിക്കും. ആരെങ്കിലും അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റുകളൊക്കെ നടത്തുകാരാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്, അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസുകളാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ടെർമിനോളജി. എന്തൊക്കെയാണ് ഈ ഓപ്ഷൻസിലെ ടേംസുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് അണ്ടർലൈൻ എ സ്പെസിഫിക് സെക്യൂരിറ്റി ഓർ അസറ്റ്. നമുക്കറിയാം അണ്ടർലൈനിങ് അസറ്റ് എന്ന് പറയുന്നത് എന്താവാം? ഒരു സ്പെസിഫിക് സെക്യൂരിറ്റി ആവാം, അല്ലെങ്കിൽ അസറ്റ് ആവാം. അതിനെ അണ്ടർലൈനിങ് അസറ്റ് എന്ന് പറയാം. ഓപ്ഷൻ പ്രീമിയം. നമുക്കറിയാം ഈ ഓരോ ഓപ്ഷനും ഓപ്ഷൻ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ പ്രീമിയം ഉണ്ടായിരിക്കും. ഒരു പ്രൈസ് ആൾക്കാർ ബയർ സെല്ലർക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓപ്ഷനിൽ ആരാണോ എൻ്റർ ചെയ്യുന്നത് അവർ മറ്റേ പാർട്ടിക്ക് ഒരു പ്രീമിയം കൊടുത്തിരിക്കണം. അതിനെയാണ് ഓപ്ഷൻ പ്രീമിയം എന്ന് പറയാം. നെക്സ്റ്റ് സ്ട്രൈക്ക് പ്രൈസ്. പ്രീ ഡിസൈഡഡ് പ്രൈസ്. അതായത് സ്ട്രൈക്ക് പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ഡിസൈഡ് ചെയ്ത് വെക്കുന്ന പ്രൈസ് ഏതാണോ, നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന പ്രൈസ് ഏതാണോ അതിനെയാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയാം. എക്സ്പിരേഷൻ ഡേറ്റ്. ഡേറ്റ് ഓൺ വിച്ച് ഓപ്ഷൻ എക്സ്പയർസ്. അതായത് ഏത് ഡേറ്റിലാണോ ഓപ്ഷൻ എക്സ്പയർ ആകുന്നത് അതിനെയാണ് എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഏത് ഡേറ്റിലാണോ ഓപ്ഷൻ എക്സ്പയർ ആവാൻ പോകുന്നത് അതിനെ നമുക്ക് എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറയും. എക്സസൈസ് ഡേറ്റ്. ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ്. എക്സസൈസ് ഡേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴാണോ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നത്, എപ്പോഴാണോ ഓപ്ഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാം? എക്സസൈസ് ഡേറ്റ് എന്ന് പറയാം. എപ്പോഴാണോ എക്സസൈസ് ചെയ്യപ്പെടുന്നത് അതിനെ നമ്മൾ എക്സസൈസ് ഡേറ്റ് എന്ന് പറയും. ഓപ്പൺ ഇൻട്രസ്റ്റ്. ടോട്ടൽ നമ്പേഴ്സ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്സ് ദാറ്റ് ഹാവ് നോട്ട് യെറ്റ് ബീൻ എക്സ്പയർഡ്. അതായത് എക്സ്പയർഡ് ആവാത്ത ടോട്ടൽ നമ്പർ ഓഫ് ഓപ്ഷൻ കോൺട്രാക്റ്റിന് നമ്മൾ എന്ത് പറയും? ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് ഓപ്ഷൻ ഹോൾഡർ. വൺ ഹു ബൈസ് ഓപ്ഷൻ. ആരാണോ ഓപ്ഷൻ ബൈ ചെയ്യുന്നത് അവരെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ ഹോൾഡർ ആണ് എന്ന് പറയും. ഓപ്ഷൻ റൈറ്റർ. വൺ ഹു സെൽസ് ഓപ്ഷൻ. ആരാണോ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് അവരെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ റൈറ്റർ ആണ് എന്ന് പറയും. നെക്സ്റ്റ് നാലാമത്തെ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് ആണ് സ്വാപ്സ്. ഇൻ എ സ്വാപ്പ് ടു കൗണ്ടർ പാർട്ടീസ് എഗ്രീസ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് വെർ ഇൻ ദേ എഗ്രി ടു എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോസ് അറ്റ് എ പീരിയോഡിക് ഇൻ്റർവെൽസ്. സ്വാപ്സ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് കൗണ്ടർ പാർട്ടീസ് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാണ്. അവർ എൻട്രി ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ക്യാഷ് ഫ്ലോസ് എക്സ്ചേഞ്ച് ചെയ്യാം. ഓരോ പീരിയോഡിക് ഇൻ്റർവെല്ലിൽ അവരുടെ ക്യാഷ് ഫ്ലോസ് എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ള എഗ്രിമെൻറ്റിൽ അവർ എഗ്രി ചെയ്യുന്നത്, കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവാണിത് സ്വാപ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് സ്വാപ്സ് ആർ ട്രേഡഡ് ഓവർ ദി കൗണ്ടർ. കൂടുതലും സ്വാപ്സുകളും ട്രേഡ് ചെയ്യപ്പെടുന്നത്, സ്വാപ്സ് ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് വഴിയോ ഒന്നല്ല, ഓവർ ദി കൗണ്ടർ വഴിയാണ് ഈ സ്വാപ്സ് കൂടുതലായിട്ടും ട്രേഡ് ചെയ്യപ്പെടുന്നത്. സ്വാപ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോസ് ആണ്. ഓരോ പീരിയോഡിക് ഇൻ്റർവെൽസിലെയും ക്യാഷ് ഫ്ലോസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ് രണ്ട് പാർട്ടീസ്. അതിന് വേണ്ടിയിട്ട് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റാണ് ഇത് ഈ സ്വാപ്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സം ആർ ഓൾസോ ട്രേഡഡ് ഓൺ ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച് മാർക്കറ്റ്. കുറച്ച് പേര് ഈ സ്വാപ്സ് ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച് മാർക്കറ്റിലൂടെയും ട്രേഡ് ചെയ്യാറുണ്ട്.
Swaps are privately negotiated contracts between two parties to exchange two cash flows for a given period. ഒരു ഗിവൺ പീരീഡിലെ ടു ക്യാഷ് ഫ്ലോസ് തമ്മിൽ രണ്ട് പാർട്ടീസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രൈവറ്റ്ലി നെഗോഷിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്ട്സിനെയാണ് എന്താ പറയുക, സ്വാപ്സ് എന്ന് പറയുക. എക്സാമ്പിൾസ് ഓഫ് സ്വാപ്പ് കോൺട്രാക്റ്റ്. ഒരു സ്വാപ്പ് കോൺട്രാക്റ്റിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട്, മിസ്റ്റർ വൈ എന്ന് പറഞ്ഞ വേറൊരു പാർട്ടിയുണ്ട്. അപ്പോൾ മിസ്റ്റർ എക്സ് ബാങ്കിൽ നിന്ന്, മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, അത് ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിസ്റ്റർ വൈയും ഒരു ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ പാർട്ടി പേയിങ് ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റ് 9% ഫോർ ലോൺ. അയാൾ എടുത്തിട്ടുള്ള 10 ലക്ഷം രൂപയ്ക്ക് അയാൾ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന പാർട്ടി ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ വൈയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മിസ്റ്റർ വൈയും 10 ലക്ഷം രൂപയാണ് എടുത്തിട്ടുള്ളത്. അയാൾ അടക്കുന്നത് എന്ന് വെച്ചാൽ പേയിങ് ഫ്ലോട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റ് ഫോർ ലോൺ. അയാൾ അടക്കുന്ന എന്താണ്, ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്. ലോണിന് വേണ്ടിയിട്ട് അയാൾ അടക്കുന്ന ഫ്ലോട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റ് ആണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിസ്റ്റർ എക്സിന് എന്താണ് ആവശ്യം, വാണ്ട്സ് ടു പേ ഫ്ലോട്ടിംഗ് റേറ്റ്. മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ആവശ്യം ഫ്ലോട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റ് ആണ് അടക്കാൻ താല്പര്യം. മിസ്റ്റർ വൈക്ക് എന്താണ് താല്പര്യം, വാണ്ട്സ് ടു പേ ഫിക്സഡ് റേറ്റ്. അതായത് മിസ്റ്റർ വൈ എക്സിന് ഫ്ലോട്ടിംഗ് റേറ്റിനാണ് താല്പര്യം, പക്ഷേ അയാളുടെ കയ്യിലുള്ളത് ഏതാണ്, ഫിക്സഡ് റേറ്റ് ആണ്. പക്ഷേ മിസ്റ്റർ വൈക്ക് എന്താണ് താല്പര്യം, ഫിക്സഡ് റേറ്റ് ആണ് അടക്കാൻ താല്പര്യം, പക്ഷേ അയാളുടെ കയ്യിലുള്ള എന്താണ്, ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ രണ്ട് പേര് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. അവരുടെ ലോണിൻ്റെ അടവുകൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാണ്, എക്സ്ചേഞ്ച് ചെയ്യാണ്. ഫിക്സഡ് റേറ്റ് ലോണ് വേണ്ട ആൾക്കാർക്ക് അയാളുടെ കയ്യിലുള്ള ഫ്ലോട്ടിംഗ് റേറ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഫിക്സഡ് റേറ്റ് വാങ്ങാം, എക്സ്ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് റേറ്റ് വേണ്ട ആൾക്ക് അയാളുടെ കയ്യിലുള്ള ഫിക്സഡ് റേറ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഫ്ലോട്ടിംഗ് റേറ്റ് നേടാം. അത്തരത്തിൽ രണ്ട് പാർട്ടീസും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. അങ്ങനെ ഈ ഇവരുടെ ക്യാഷ് ഫ്ലോസ്, ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്. എക്സ്ചേഞ്ച് ചെയ്യുന്ന ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ് ഇത് സ്വാപ്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് അവരുടെ ക്യാഷ് ഫ്ലോസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക. മിസ്റ്റർ എക്സിന് വേണ്ടത് ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്, പക്ഷേ അയാളുടെ കയ്യിലുള്ള എന്താണ്, ഫിക്സഡ് റേറ്റ് ആണ്. മിസ്റ്റർ വൈക്ക് വേണ്ടത് എന്താണ്, ഫിക്സഡ് റേറ്റ് ആണ്, പക്ഷേ അയാളുടെ കയ്യിലുള്ളത് ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്. ഇവർ രണ്ട് പേര് തമ്മിൽ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ് സ്വാപ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് കണ്ടുപിടിക്കുക, ഇത്തരം ഒരേ പൈസ ലോൺ എടുത്തിട്ടുള്ള ഇതേപോലെ തന്നെ ആൾക്കാരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നിർവഹിക്കുന്ന ടീംസാണ് ഇത് സ്വാപ്സ് ബാങ്ക് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റേഴ്സ്. ഒരേ രീതിയിലുള്ള ലോൺസ് അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുന്നതാരാണ്, സ്വാപ്സ് ബാങ്ക് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റേഴ്സ് ആണ് അത്തരത്തിലുള്ള ആൾക്കാരെ ഫൈൻഡ് ചെയ്യുന്നത്. ഈ സ്വാപ്സ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതലും ഇൻഡിവിജ്വൽസ് ആയിരിക്കില്ല, ഫിനാൻഷ്യൽ ബാങ്ക്സും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്ചേഞ്ച് സ്വാപ്സ് കോൺട്രാക്റ്റിലൊക്കെ എൻ്റർ ചെയ്യുക. ടൈപ്സ് ഓഫ് സ്വാപ്സ്. സ്വാപ്സിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ 2 മെയിൻ ടൈപ്സ് ഓഫ് സ്വാപ്സ്. സ്വാപ്സിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പ്ലെയിൻ വാനില ഫിക്സ്ഡ് ഓർ ഫ്ലോട്ടിംഗ് സ്വാപ്സ് ഓർ സിംപ്ലി ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ്. ഒന്നാമത്തത് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ആണ്. രണ്ടാമത്തത് ഫിക്സ്ഡ് ഫോർ ഫിക്സ്ഡ് കറൻസി സ്വാപ്സ് ഓർ സിംപ്ലി കറൻസി സ്വാപ്സ്. രണ്ടാമത്തത് കറൻസി സ്വാപ്സ്. രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ആണ്, രണ്ടാമത്തത് കറൻസി സ്വാപ്സ് ആണ്. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ്, എന്താണ് കറൻസി സ്വാപ്സ് എന്ന് നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ്. A company agrees to pay a predetermined fixed interest rate on a notional principal for fixed number of years. In return, it receives interest at a floating rate on the same notional principal for the same period of time. The principal is not exchanged, hence it is called notional amount. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ്. ഇൻട്രസ്റ്റ് റേറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള സ്വാപ്പുകളാണ് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. അതിന് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് റേറ്റ് ഉണ്ട്. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, അതിൻ്റെ ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ് വരെ അതിൻ്റെ നോഷണൽ പ്രിൻസിപ്പാളിൻ്റെ ആ
ലോൺ എടുത്തിട്ടുള്ള എമൗണ്ടിൻ്റെ ഫിക്സഡ് ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കണം. കമ്പനി എന്ത് ചെയ്യാണ്? എഗ്രി ചെയ്യാണ്. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ് വരെ നമ്മൾ എടുത്തിട്ടുള്ള ലോണിൻ്റെ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് അടച്ചു കൊള്ളാമെന്ന് കമ്പനി എഗ്രി ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും? അവിടെ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കില്ല, അവിടെ റേറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്. ലിബർ, ലണ്ടൻ ഇന്റർബാങ്ക് ഓഫേർഡ് റേറ്റ്. It is the average interest rate estimated by leading banks in London. It is the primary benchmark for short-term interest rates around the world. Similarly, we have MIBOR, Mumbai Interbank Offered Rate. It is calculated by the NSE as weighted average of lending rates of group of banks. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് രണ്ട് ടൈപ്പ് ആയിട്ടാണ് പറയുന്നത്. ഒന്ന് ലിബർ ആണ്, രണ്ടാമത്തത് മിബർ ആണ്. ലിബർ എന്ന് വെച്ചാൽ എന്താണ്? ലണ്ടൻ ഇന്റർബാങ്ക് ഓഫേർഡ് റേറ്റ് ആണ്. ഇത് എന്ന് വെച്ചാൽ ലണ്ടനിലെ ലീഡിംഗ് ആയിട്ടുള്ള ബാങ്കുകൾ തമ്മിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റിനാണ് ലിബർ എന്ന് പറയാം. മിബർ എന്ന് വെച്ചാൽ മുംബൈ ഇന്റർബാങ്ക് ഓഫേർഡ് റേറ്റ്. മിബർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ NSEയിലുള്ള ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സിൻ്റെ വെയ്റ്റഡ് ആവറേജ് ലെൻഡിങ് റേറ്റ്സ് കൺസിഡർ ചെയ്തിട്ടാണ് NSEയിലുള്ള ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സിൻ്റെ വെയ്റ്റഡ് ആവറേജ് ലെൻഡിങ് റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ മിബർ ഫിക്സ് ചെയ്യുന്നത്, മുംബൈ ഇന്റർബാങ്ക് ഓഫേർഡ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കറൻസി സ്വാപ്പ്. ഇറ്റ് ഈസ് എ സ്വാപ്പ് ദാറ്റ് ഇൻക്ലൂഡ്സ് എക്സ്ചേഞ്ച് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻ വൺ currency for the same in another currency. It is considered to be a foreign exchange transaction. It is not required by law to be shown in the balance sheets. Currency swaps എന്ന് വെച്ചാൽ ഒരു പാർട്ടി അവരുടെ പേയ്മെൻറ്റ്സ് ഒരു കറൻസിയിലൂടെ ചെയ്യുകയും അതേപോലെ തന്നെ വേറൊരു പാർട്ടി അവരുടെ പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യാണ്? വേറൊരു കറൻസിയിലൂടെ പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുകയാണ്. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ലോൺ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം പറഞ്ഞു. ആ ഇൻട്രസ്റ്റ് റേറ്റ് അടക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പാർട്ടി ഒരു കറൻസിയിലൂടെ വേറൊരു പാർട്ടി അയാളുടെ വേറൊരു കറൻസിയിലൂടെയാണ് പേയ്മെൻറ്റ്സ് നടത്തുന്നത്. അത്തരം രണ്ട് കറൻസീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയാം? കറൻസി സ്വാപ്സ് ആണെന്ന് പറയാം. ഇതെന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. ഒരാൾ അയാളുടെ കറൻസി അയാളുടെ രാജ്യത്തുള്ള കറൻസി കൊണ്ട് പേയ്മെൻറ്റ്സ് നടത്തുക, വേറെ ഒരാൾ എന്ത് ചെയ്യാണ്? അയാളുടെ രാജ്യത്തുള്ള കറൻസി കൊണ്ട് അയാൾ പേയ്മെൻറ്റ്സ് നടത്തുക. അപ്പോൾ രണ്ട് കറൻസീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷനായിട്ടും കൺസിഡർ ചെയ്യാം. കറൻസി സ്വാപ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്താണ്? പേയ്മെൻറ്റ്സ് നടക്കുക. ഒരു പാർട്ടി അയാളുടെ പേയ്മെൻറ്റ്സ് നടത്തുന്നത് ഒരു കറൻസിയിലാണ്, മറ്റേ ആൾ അയാളുടെ പേയ്മെൻറ്റ്സ് നടത്തുന്നത് വേറൊരു കറൻസിയിലാണ്. അതിനെയാണ് നമ്മൾ കറൻസി സ്വാപ്സ് എന്ന് പറയാം. Next, margin requirements. Margin is the collateral that the parties of a derivative contract has to deposit with the exchange or broker to cover the credit risk, counterparty risk. It is the amount of money that is required to enter into an exchange traded derivative contract. It is the minimum fund or security an investor is required to pay to the derivative exchange or stock broker before executing a derivative trade. മാർജിൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാവും. രണ്ട് പാർട്ടീസ് എഗ്രിമെൻറ്റിൽ ജോയിൻ ചെയ്തു, അവസാനം അവരെ പ്രൈസ് കൂടുമ്പോഴോ കുറയുമ്പോഴോ അവർ ചിലപ്പോൾ ആ എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അവരുടെ അത്തരത്തിലുള്ള റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർജിൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഓരോ പാർട്ടീസും എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യണമെങ്കിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് മണി അവിടെ നമ്മൾ കൊടുക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് മണി കൊടുക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ഒരു മാർജിൻ, എമൗണ്ട് ഓഫ് മണീനെയാണ് നമ്മളെ മാർജിൻ എന്ന് പറയുക. ഇറ്റ് ഈസ് ദി മിനിമം ഫണ്ട് ഓർ സെക്യൂരിറ്റി. ഒരു ഇൻവെസ്റ്റർക്ക് ഒരു ഡെറിവേറ്റീവ് ട്രേഡ് നടത്തണമെങ്കിൽ അവിടെ ഒരു മിനിമം എമൗണ്ട് അവിടെ കൊടുത്തിരിക്കണം, ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുക. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് മാർജിൻ സിസ്റ്റം. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് മാർജിൻ സിസ്റ്റമാണ് ഇനീഷ്യൽ മാർജിൻ. The amount that must be deposited by the counterparties in the margin account
ഓഫ് ദി എക്സ്ചേഞ്ച് അറ്റ് ദി ടൈം എ ഡെറിവേറ്റീവ് കോൺട്രാക്ട് ഈസ് ഫസ്റ്റ് എൻറ്റേർഡ്. അതായത് ഒരു പാർട്ടി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ അയാളുടെ ഡെറിവേറ്റീവ് മാർജിൻ അക്കൗണ്ടിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഡെപ്പോസിറ്റ് ചെയ്തിരിക്കേണ്ട എമൗണ്ടിനെയാണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയാം. ഒരു പാർട്ടി എന്ത് ചെയ്യാണ് കോൺട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന ടൈമിൽ അയാളുടെ മാർജിൻ അക്കൗണ്ടിൽ എക്സ്ചേഞ്ചിലെ മാർജിൻ അക്കൗണ്ടിൽ തീർച്ചയായിട്ടും അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കേണ്ട എമൗണ്ടിനെയാണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദി മിനിമം എമൗണ്ട് റിക്വയർഡ് ടു പേ ഇൻ ടു എൻ എക്സ്ചേഞ്ച് to trade derivatives. The initial margin depends on the volatility of a security. The higher the volatility, the greater the initial margin. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരാൾക്ക് ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യണമെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഒരു മിനിമം എമൗണ്ട് പേ ചെയ്തിരിക്കണം. അതിനെയാണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുക. അതായത് ഒരാൾക്ക് ഡെറിവേറ്റീവ്സിൽ ഒരു എക്സ്ചേഞ്ച് വഴി ഡെറിവേറ്റീവ്സിൽ ഡെറിവേറ്റീവ്സിൻ്റെ ട്രേഡ് നടത്തണം. അങ്ങനെ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ എന്ത് ചെയ്യണം, ഒരു മിനിമം എമൗണ്ട് അയാൾ പേ ചെയ്തിരിക്കണം. അതിനെയാണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയാം. ഇനീഷ്യൽ മാർജിൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സെക്യൂരിറ്റീൻ്റെ വൊളാറ്റിലിറ്റീൻ്റെ ബേസിലായിരിക്കും ഓരോ സെക്യൂരിറ്റിക്കും ഇനീഷ്യൽ മാർജിൻ സെറ്റ് ചെയ്യുക. അതായത് ഹയർ സെക്യൂരിറ്റീൻ്റെ വൊളാറ്റിലിറ്റി ഹൈ ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഗ്രേറ്റർ ആയിട്ടുള്ള ഇനീഷ്യൽ മാർജിൻ ആയിരിക്കും ഫിക്സ് ചെയ്യുക. അതായത് വൊളാറ്റിലിറ്റി എന്ന് വെച്ചാൽ സെക്യൂരിറ്റീൻ്റെ ഷെയറിൻ്റെ പ്രൈസ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ, ഓരോ സമയത്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് ഹൈ വൊളാറ്റിലിറ്റിയാണ്. അത്തരം ഹൈ വൊളാറ്റിലിറ്റി ഉള്ള സെക്യൂരിറ്റീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഗ്രേറ്റർ ആയിട്ടുള്ള ഇനീഷ്യൽ മാർജിൻ ആയിരിക്കും അവർ ഫിക്സ് ചെയ്യുക. നോർമലി 10 to 20% ഓഫ് ദി വാല്യൂ ഓഫ് ദി കോൺട്രാക്ട് മോർ മാർജിൻ മേ ബി റിക്വയർഡ് ഫോർ വൊളാറ്റൈൽ സ്റ്റോക്ക്. അതായത് നോർമലായിട്ട് ഒരു കോൺട്രാക്റ്റിൻ്റെ വാല്യൂവിൻ്റെ 10 to 20% ആണ് നോർമലി ഇനീഷ്യൽ മാർജിനായിട്ട് ഫിക്സ് ചെയ്യാറുള്ളത്. വൊളാറ്റൈലായിട്ടുള്ള സ്റ്റോക്സ് ആണെങ്കിൽ മാത്രമേ അവിടെ മോർ മാർജിൻ അവർ ഫിക്സ് ചെയ്യാറുള്ളൂ. അത്തരത്തിലുള്ള നോർമലായിട്ട് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത് 10 to 20% വരെയാണ് അവർ ചാർജ് ചെയ്യാറുള്ളത്. ബോത്ത് ദി പാർട്ടീസ് ഇൻ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഹാവ് ഡെപ്പോസിറ്റ് initial margin. Only the writer of an option contract has to deposit initial margin. അതായത് നമ്മൾ പറഞ്ഞതാണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും രണ്ട് പാർട്ടീസും ഇനീഷ്യൽ മാർജിന് ഡെപ്പോസിറ്റ് ചെയ്യണം. നേരെ മറിച്ച് ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണെങ്കിൽ അവിടെ ആരെ മാത്രം ഡെപ്പോസിറ്റ് ചെയ്താൽ മതി, റൈറ്റർ മാത്രം, സെല്ലർ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് മെയിൻ്റനൻസ് മാർജിൻ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മാർജിൻ സിസ്റ്റമാണ് മെയിൻ്റനൻസ് മാർജിൻ. ഇറ്റ് ഈസ് ദി ലെവൽ ഓഫ് മാർജിൻ ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദി മാർജിൻ അക്കൗണ്ട് അറ്റ് ഓൾ ടൈംസ്. Additional amount is to be deposited in the margin account to bring the margin back up to the initial amount when the margin drops below maintenance margin. മെയിൻ്റനൻസ് മാർജിൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരാളുടെ മാർജിൻ അക്കൗണ്ടിൽ എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്തിരിക്കേണ്ട മാർജിനാണ് ഏത്, ഈ മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുന്നത്. അയാളുടെ മാർജിൻ അക്കൗണ്ടിൽ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഒരു ലെവൽ ഓഫ് മാർജിൻ അയാൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അത്തരത്തിലുള്ള മാർജിനെയാണ് നമ്മൾ എന്താ പറയുക, മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുക. ഒരു ലെവൽ ഓഫ് മാർജിൻ അയാൾ എല്ലാ സമയത്തും അയാളുടെ മാർജിൻ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുക. അയാളുടെ മാർജിൻ അക്കൗണ്ടിൽ തീർച്ചയായിട്ടും അയാൾ ആ മെയിൻ്റനൻസ് മാർജിനായിട്ട് പറഞ്ഞിട്ടുള്ള എമൗണ്ട് എല്ലാ സമയത്തും മാർജിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ താഴെ വരികയാണ്. അപ്പോൾ 60,000 ഒരാളുടെ മെയിൻ്റനൻസ് മാർജിൻ എങ്കിൽ അയാളുടെ മാർജിൻ അക്കൗണ്ടിൽ 58,000 രൂപയായി മാറി. അപ്പോൾ തീർച്ചയായിട്ടും അയാൾ പെട്ടെന്ന് തന്നെ 2,000 രൂപയും കൂടി എക്സ്ട്രാ അഡീഷണൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക. എന്നിട്ട് അയാളുടെ മാർജിൻ അക്കൗണ്ടിൽ ആ മെയിൻ്റനൻസ് മാർജിനായിട്ട് ഫുൾ ടൈം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിൽ താഴെയാകുന്ന കണ്ടീഷനിൽ അയാളുടെ ബ്രോക്കേഴ്സ് വിളിച്ചുകൊണ്ട് പറയും അയാളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർജിൻ അക്കൗണ്ടിൽ വാല്യൂ കുറവാണ്, മെയിൻ്റനൻസ് മാർജിൻ കുറവാണ്, അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് അഡീഷണൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മെയിൻ്റനൻസ് മാർജിൻ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അതിനെയാണ് മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുക. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ മാർജിൻ അക്കൗണ്ടിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ട മാർജിനെയാണ്, എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയാം. നെക്സ്റ്റ് മാർക്കിംഗ് ടു മാർക്കറ്റ് ഓർ മാർക്ക് ടു മാർക്കറ്റ് ഓർ M2M or MTM. Futures and option prices fluctuate on a daily basis and it leads to profit or loss for the investor. In derivative market, at the end of each trading day, the margin account is adjusted to reflect the investor's gain or loss depending upon the closing price of futures or options. This is called a marking to market. It is a simple accounting procedure of adjusting the profit or loss in the margin account on day-to-day basis.
അതായത് മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് വെച്ചാൽ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസിൻ്റെ ഒക്കെ പ്രൈസ് ഡേ ടു ഡേ ഡെയിലി ബേസിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമുക്കറിയുന്ന കാര്യമാണ്. ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിൻ്റെ ഒക്കെ പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ദിവസവും അതിനനുസരിച്ച് ഓരോ ദിവസവും ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ സംഭവിക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഓരോ ട്രേഡിംഗ് ഡേയിലും എന്ത് സംഭവിക്കാം, അവരുടെ ഇൻവെസ്റ്റർക്ക് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഉണ്ടായിരിക്കാം. അത് അക്കൗണ്ട് ചെയ്യുക, അത് മാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് വരവ് വെക്കുന്ന രീതിയെ പറയുന്ന പേരാണ് മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു 3:30 ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡേ അവസാനിക്കുന്ന എപ്പോഴാണ്? 3:30 അപ്പോൾ ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് മാർക്കറ്റ് അടച്ചു കഴിഞ്ഞു. അപ്പോൾ അത് വരെ ഉണ്ടായിട്ടുള്ള അവസാനിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അവസാനിക്കുമ്പോൾ ട്രേഡിംഗ് ഡേ അവസാനിക്കുമ്പോൾ അയാൾക്ക് എത്ര ലോസ് ഉണ്ടായിട്ടുണ്ട്, അയാൾക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് അക്കൗണ്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് എന്ത്? മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. അയാൾക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, എത്ര ലോസ് ഉണ്ടായിട്ടുണ്ട് എന്ന് അയാളുടെ മാർജിൻ അക്കൗണ്ടിൽ ഡേ ടു ഡേ ബേസിൽ അക്കൗണ്ടിങ് പ്രൊസീജിയർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുക? മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയാം.